എന്നാണ് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഏത്തക്കാപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 മണി പലഹാരം ഏതാണെന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് ഏത്തക്കാപ്പം അല്ലെങ്കിൽ പരിപ്പ് വട, ഉള്ളിവട നല്ല ചൂട് ചായ ആയിട്ട് കുടിക്കാൻ അടിപൊളിയല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? സോ ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് ക്യാമിയോ. അപ്പൊ നമുക്ക് ഏത്തക്കാപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം കേട്ടോ. ആദ്യം തന്നെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതൊരു ക്രിസ്പിനെസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അരിപ്പൊടി അല്ലെങ്കിൽ റവ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ എള്ള്. ചിലർക്ക് എള്ളിന്റെ രുചി ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാവേ. 1 പിഞ്ച് ഉപ്പ്, അത് ഇതിന്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഏത്തപ്പഴം. ഇതിന്റെ പരുവം ശ്രദ്ധിക്കണം, ഇത് അധികം ബ്ലാക്ക് ആവല് എന്നാ അധികം പച്ച ആവല്, ഈ ഒരു പരുവത്തിലിരിക്കണേ. ഇനി നമുക്ക് ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ ചേർക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ തുടങ്ങിയാലോ? നോക്കി, ഇതാട്ടോ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് സോഡ. ഒഴിച്ചാലോ? ഇതുണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആനി ചേച്ചി, ആനീസ് ഗോർമേ എന്ന ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജ്. ചേച്ചി ഒരു തവണ ഇങ്ങനെയാണ് ഏത്തക്കാപ്പം ഉണ്ടാക്കിയത്. അന്നൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കി, ഭയങ്കര ക്രിസ്പി ആയിരുന്നു. ഇതുവരെ ആ ഒരു ടേസ്റ്റിൽ ഞാൻ ഏത്തക്കാപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ പിന്നെ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പൊ നിങ്ങളും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി, ഈ ഒരു പരുവത്തിൽ ഇരിക്കണേ. ഇതങ്ങനെ ഓവർ വെള്ളം പോലൊന്നും ആവാൻ പാടില്ല, ഓവർ കട്ടി ആവാൻ പാടില്ല. ഇത് ഈ ഒരു തിക്നെസ്സിൽ ഇരിക്കണം കേട്ടോ, ഓവർ ആയിട്ടല്ല, തീരെ തിന്നായിട്ട് ആവശ്യമില്ല, ഈ ഒരു പരുവേ. അങ്ങനെ നമുക്ക് വറക്കാം കേട്ടോ. നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് ഇത് വറുത്തെടുക്കാവേ. ഇത് ബാറ്ററിൽ ഇതുപോലെ നന്നായിട്ട് കോട്ടായ ശേഷം ഇടണേ. ഓവർ ക്രൗഡഡ് ആക്കല്, ഈ ഒരു ഗ്യാപ്പിലൊക്കെ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതുപോലെ ഒരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഏത്തക്കാപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായ ആയിട്ട് കഴിക്കാം. അപ്പൊ നിങ്ങൾ ഈ ഒരു റെസിപ്പി സോഡയൊക്കെ ഒഴിച്ചുള്ളത് ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഫോട്ടോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.